മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്നു മുതൽ നാം പരിശുദ്ധമ്മയുടെ ജീവിതത്തിലെ പുണ്യങ്ങളും നന്മകളും പ്രാർത്ഥനാ വിഷയമാക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി നാം എടുത്തിരിക്കുന്നത് പരിശുദ്ധമ്മയുടെ അമലോത്ഭവമാണ്. പരിശുദ്ധനായ ദൈവം പരിപൂർണയായി കൃപാപൂർണയായി അവൾ ജനിക്കുവാൻ തിരുമനസ്സായി. അവിടുന്ന് മാമോദീസായിലൂടെ നമ്മെയും പാപരഹിതരാക്കി തിരുസഭയോട് ഒന്നാക്കി. പരിശുദ്ധ ദൈവമാതാവേ, മാമോദീസായിലൂടെ ലഭിച്ച വരപ്രസാദം ജീവിതാവസാനം വരെ കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.